വേറൊന്നും ചെയ്യാൻ പറ്റണല്ലോ എനിക്ക്. ഞാൻ ഒരു റിയാക്ഷൻ സ്ട്രീമറായി മാറുന്നുണ്ടേ. ക്ലോസ്ഡ്. ഓക്കെ വാ. ഓ ഇവിടെ ലൈവ് ഇട്ടില്ലല്ലേ. സ്നോ റണ്ണറിൽ കയറണ. സ്നോ റണ്ണർ കയറാൻ ഇല്ലടാ, എൻ്റെ മറ്റേ സിമുലേറ്റർ ഒക്കെ വീട്ടിലല്ലേ. ഞാൻ ഒരു ഗിഫ്റ്റ് തരാം കേറുമ്പോ. MRC ഷെയ്ക്കിനെ പേടിച്ച് TVA ഗ്യാങ് സത്യം ചെയ്യിപ്പിക്കും. ഓപ്പൺ ചലഞ്ച്. ഇവിടുന്ന് ഒരുത്തൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ലെറ്റ്സ് ഡു ഇറ്റ് ബ്രദർ, ലെറ്റ്സ് ഡു ഇറ്റ്. ഒരു കുഴപ്പമില്ല എനിക്ക്. അങ്ങനെ ഒരാള് ഇവിടുന്ന് പോകുന്ന ഉറപ്പുണ്ടെങ്കിൽ കൊണ്ടുപോകാം ആരെ വേണമെങ്കിലും. ആൻഡ് പ്ലീസ് നോട്ട്, അതൊരു എക്സ് TVA മെമ്പർ അല്ല ഞാൻ പറയണത്, TVA മെമ്പർ കറന്റ്ലി കളിച്ചുകൊണ്ടിരിക്കുന്നതിനകത്തുനിന്ന് ഒരുത്തൻ പോവെങ്കിൽ കൊണ്ടുപോവാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. ഇതെന്താ? ഹലോ, Pelari nyebut ketika dipegang Kak Windy. ഇതെന്താ സാധനം? ഹലോ, മസിൽസ് റിലീസ് ചെയ്യുന്നതാന്ന് തോന്നുന്നു. മസിൽസ് തൊടയാണെന്ന് തോന്നുന്നു പിടിക്കും. വേണ്ട, അതൊന്നും അല്ലടാ, അത് കാണടാ. അത് ജോക്കി വേറെ. ഇതെന്താ ജോക്കി ഇത്? എടാ അത് മനസ്സിലാവാത്ത പോലെ ഇരിക്കാം. മസിൽ ലാസ്റ്റ് ഞാൻ വലുതാക്കാനോ? ചെറുതാക്കിയപ്പോ ചെറുതായി പോയോ? അതായത് ഇറ്റാച്ചി ഇത് വന്നിട്ട് ജുഹുറിന്റെ ഗേൾഫ്രണ്ട്, അത് വന്നിട്ട് മന്ദാപ്പിയുടെ ഗേൾഫ്രണ്ട്, ഇത് വന്നിട്ട് ഇത് സൈപ്പിന്റെ ഗേൾഫ്രണ്ട്, മറ്റത് അത് വന്നിട്ട് വാസോണ്ടന്റെ സെറ്റപ്പ്. അല്ല വാസോന്റെ ഗേൾഫ്രണ്ട്. അപ്പൊ ഇവിടെ ആരും റിസീവ് ഇല്ല. അല്ല അല്ല അയ്യോ അയ്യോ അല്ല സിംഗിളായിട്ട് നടക്കണ എന്റെ പോലത്തെ ആൾക്കാരെ പറ്റി എടാ നീ പോസ് അടിച്ച നീല ഡ്രസ്സിൽ വയറും തള്ളി നിൽക്കുന്നുണ്ടോ? അതാണ് മോബിയുടെ ഗർഭിണിയായ ഗേൾഫ്രണ്ട്. ഇതൊക്കെ എന്താണോ? ഒരു മിനിറ്റ് ജോക്കി, എനിക്ക് ഒരു കോള് വരുന്നു, ഒരു സെക്കൻഡ്. ഇത് ആര് ഈ സമയത്ത് കിടന്ന് വിളി? ഹ്യൂമനാ? വേറെ ആര് വിളിക്കും? ഇയാണെ വിളിച്ചത്? എന്ത് ചെയ്യുന്നു? പുറത്തു പോയിട്ട് ഇപ്പം തന്നെ ഒന്ന് വന്നല്ല, സുണ്ട് വന്നല്ല, സുണ്ട് വന്നു, സുണ്ട്. ദർശനെ അല്ല പറഞ്ഞു. അയ്യോ ദർശനെ അല്ല പറഞ്ഞേ. അയ്യോ ദർശനെ അല്ല ഞാൻ പറഞ്ഞേ. എന്ത് ചെയ്യാനാണ് ഞാൻ? എനിക്ക് അണ്ണാ സ്കിപ്പ് ആക്കല്ലേ, വെയിറ്റ് ഫോർ ദ മാരേജ്. കണ്ട വീഡിയോ അല്ലേ ഇത്? കണ്ടതാ, നമ്മൾ കണ്ടിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ ഇത് സാധനമാണ്, ഇത് കണ്ടാ നിങ്ങൾ അതിന്റെ ഡീറ്റെയിലിങ് വേർപ്പൊക്കെ എടാ. ഞാനിപ്പം ഭയങ്കര ഞാൻ തെരുവിലേക്ക് നിർത്തി, ഞാൻ ഭയങ്കര ഡീസന്റ് ആയിട്ട് ഇരിക്കുന്ന ആളിയാ. ദയവ് ചെയ്ത് എന്നെ ട്രിഗർ ചെയ്യരുത്. എന്റെ തൈലത്തിന് ഇപ്പൊ നല്ല സെയിൽസും റിവ്യൂ എല്ലാം ഉള്ള സമയമാണ്. വെറുതെ അനാവശ്യമായിട്ട് ട്രിഗർ ആയാൽ ഞങ്ങളുടെ തൈലത്തിനെയൊക്കെ അത് ബാധിക്കും. ഞാനിപ്പോ അവരുമായിട്ട് നല്ലൊരു കൊളാബില് പൊക്കോണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ ലൈവ് ഒന്നും വരാത്തത്. നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് ഇപ്പൊ. ഒരു BMW ഒക്കെ ഇതുപോലത്തെ ഒരു സാധനമൊക്കെ മേടിച്ചിട്ട് ഇങ്ങനത്തെ ഈ ലിവറി ഒക്കെ അടിച്ച് എനിക്ക് കൊണ്ടുപോകാം. ഈ ലിവറി അല്ല, കുറച്ചും കൂടെ ഇതായിട്ടുള്ള ലിവറി. ഞാൻ ആർട്ട് വർക്ക് കുറച്ചൊന്ന് അണ്ണാ, ഇത് ഞാൻ എഴുതി ക്രിയേറ്റ് ചെയ്തൊരു സോങ് ആണ്, AI വെച്ച് ക്രിയേറ്റ് ചെയ്തത്. ഇതുപോലത്തെ വേറെ സോങ്ങും ഉണ്ട്, അത് ചാനലിലുണ്ട്, ചാനൽ നെയിം AI വെച്ചൊക്കെ പാട്ടിറക്കി തുടങ്ങി കേട്ടോ ആൾക്കാർ. ഇനിയിപ്പോ പാടാനും വേണ്ട, ഒന്നും വേണ്ട.
ആ പടിയൊക്കെ ഏവനും, ആ. ഒക്കെ ഇത്ര നന്നായിട്ട് പാടുമെങ്കിൽ പിന്നെ ഇനി പക്ഷെ എന്ത്? നിന്റെ മറ്റേ വീഡിയോ ഏകദേശം ഇതേ വോയിസ് തന്നെ തോന്നുന്നില്ല. നിന്റെ മറ്റേ വീഡിയോ ഉണ്ടോ MRC ഇറക്കിയത് ഏത് വാസുവേ ആളില്ലാത്ത നേരം നോക്കി നീ വന്നു അല്ലേ? ആണോ അതോ അല്ലേ? അത് എന്ത് സാധനം അല്ലേ? കൊള്ളാം. പക്ഷെ ഈ കുറച്ചുകൂടി നന്നായിട്ടുള്ള ഒരു വോക്കലില് നീ അത് ചെയ്താലല്ലോ വോക്കലിന്റെ തോന്നുന്നു വരുള്ളൂ എന്ന് തോന്നുന്നു. ഇതിലേക്ക് പോവാം. റീസെന്റ് ആയിട്ട് വന്ന് വർക്കാണോ? ഹായ് ബ്രോയുടെ വർക്ക്സൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. അതിൽ തന്നെ ടീഷർട്ടിലും ബാഗിലും വെച്ച മഹാദേവൻ ഇല്ലേ, ഒരു രക്ഷയില്ല ബ്രോ. എനിക്കത് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ അതുപോലൊരു സാധനം എനിക്കൊന്ന് സെറ്റാക്കി തരാമോ? അതായത് മഹാദേവനും ഗണപതിയും തമ്മിലുള്ള ഒരു കോംബോ. എന്ത് കിടിലൂടാ അത്. കോൺസെപ്റ്റ് അല്ലേ? അടിപൊളി ക്യൂട്ടിഫൈഡ് സൗണ്ട് അല്ലേ അതൊന്ന്. ഇനി ഇവളൊന്ന് ടീഷർട്ടിൽ കാണാൻ വരച്ച് താഴെ വെച്ചിട്ടുണ്ടോ? സത്യം ഒരു സിമിലാരിറ്റി കൊണ്ട് കേട്ടാ. അണ്ണാ വെലോ ഒക്കെ ഓർമ്മയുണ്ടോന്ന്? വാലോ ഒക്കെ ഓർമ്മയുണ്ടോ? മിസ്സിംഗ് ദാസ് ഓൾഡ് ഡെഞ്ചർ റീഗിൾ. അണ്ണ റാങ്കൂഷ് ആക്കണം എന്നാലേ ബട്ട് ദാറ്റ് ഓൾഡ് ടീം മിസ് ആകുന്നു. പെഡുമ്പുള്ളയുടെ കാര്യം പറഞ്ഞപ്പോഴേ വാലോറിന്റെ കയറി വന്നു. ഡിപ്രഷനിലല്ലടാ, ഡിവോഴ്സിലാ പോണത് ഞാൻ. അതാ പ്രശ്നം ഗൈസ്. പിന്നെ ഞാൻ വേറെ ഇവിടെ പറയാനുണ്ടായിരുന്നു, വിഷമമുണ്ട് എന്നാലും ഇത് കാണിക്കാം. എൻ്റെ പഴയ ഡെത്ത് ആർഡർ V3യുടെ ചേട്ടൻ, ഇതാണ് പുതിയ V4 റൂട്ടൻ. ഇപ്പം ഞാൻ പുള്ളിയായിട്ടാണ് ഇപ്പം ഞങ്ങൾ ഒന്ന് അടുത്ത് വരുന്നതേ ഉള്ളൂ. 2 ദിവസം ആയതേ ഉള്ളൂ, ഞങ്ങളൊന്ന് അടുത്ത് വരുന്നതേ ഉള്ളൂ. പുള്ളി അങ്ങോട്ട് ഇതുവരെ അതാ ട്രിപ്പ് പോയത്. യോക്കി 4 വർഷം 3.5 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നെ ഓർമ്മിപ്പിച്ച് എന്തിനാ യോക്കി വീണ്ടും അത്? ഞാൻ അപ്പളേ പറഞ്ഞു ഇതിപ്പോ പറഞ്ഞത് കുത്തിക്കഴപ്പല്ലേ? എന്തിനാ മോനെ പൊട്ടിച്ചേ? നീ എന്തിനാ പൊട്ടിച്ച്? ഏതായിരുന്നു ആ മുഹൂർത്തം എന്ന് പറയൂ? എന്തായിരുന്നു ആ മുഹൂർത്തം? സ്നേഹം കൂടി പോയി ജോക്കി ബ്രോ. ഇകളെ മൗസിനെ ഇട്ട് സംസാരിച്ചോണ്ടിരിക്കുക, മൗസിനെ വശീകരിച്ചോണ്ടിരിക്കുക. മൗസുമായിട്ട് കളിക്കുന്നു എന്തോ? മൗസിന്റെ ഓർമ്മ വന്നപ്പോ റെസ്റ്റ് ഇൻ പീസ് മൗസിന്. ഇവൻ ആരുടെ കാര്യം പറയുന്നേ? കോളരിയും ജോക്കി ഞാൻ മൗസിനോടൊന്ന് സംസാരിച്ച എടാ ഇത് അത് അടിച്ചു പൊട്ടിച്ച നിമിഷം ഒന്ന് പറയൂ, ഒന്ന് അനുസ്മരിക്കൂ. ജോക്കി ഞാൻ സത്യസന്ധമായിട്ട് പറയാം ജോക്കി. സത്യം പറഞ്ഞ സത്യം. അതായത് ലൈവ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് വൈകുന്നേരത്തേക്കിന് എല്ലാം സെറ്റാക്കി എൻ്റെ നാട്ടിലെ റെജിയണനെ വിളിച്ച് നെറ്റെല്ലാം സെറ്റാക്കി. 2 ദിവസം അവിടെ നെറ്റ് ഭയങ്കര സീനായിരുന്നു. ഞാൻ പുള്ളിയെ എല്ലാം പറഞ്ഞ് ഇതാക്കി എല്ലാം സെറ്റ് ചെയ്ത് വന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ സ്ക്രിംസിൽ കയറിയപ്പോൾ സ്ക്രിംസിൽ കളിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വളരെ സമാധാനമായിട്ട് ഇതാണ്. പക്ഷെ എന്താ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ജോക്കി, ഞാൻ എൻ്റെ മെച്ചൂരാൻറ്റി തൈലം എറണാകുളത്ത് വെച്ച് മറന്നുപോയി. 2 ദിവസം ഡോസ് എടുത്തില്ല. അതെന്നെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്ത്. അപ്പൊ ഞാൻ വൈകുന്നേരം സ്ക്രിംസ് കളിക്കാൻ വന്നപ്പം സ്ക്രിംസ് കളിച്ചുകൊണ്ടിരുന്നപ്പം ഇത് PC-യിൽ ഗെയിം നടക്കുക. ഗെയിമിന്റെ കൂടെ തന്നെ യുവർ PC റാൺ ഇൻ ടു എ സീരിയസ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കിൾ വന്നിട്ട് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അല്ല ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു.
അപ്പൊ അങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നപ്പം എനിക്കാണെങ്കിൽ ഞാൻ ജോക്കി എന്നിട്ട് ഞാൻ മാക്സിമം ക്ഷമയെടുത്ത് ഞാൻ അവിടെ തിരിച്ചു വന്ന് ഞാൻ കണക്ട് ഇട്ടപ്പോഴത്തേക്കിന് കോച്ചിന് 500 IQ വന്നു. അതായത് അവൻ വരാൻ ലേറ്റ് ആവും, അതുകൊണ്ട് അവനെ തല്ലിക്കൊന്നിട്ട് അവന്റെ ചിപ്പ് എടുത്തോണ്ട് പോവാന്ന്. ഞാൻ കണക്ട് ചെയ്തതും പുള്ളി എന്നെ തല്ലിക്കൊന്ന് ചിപ്പ് എടുത്തതും ഒരേ സമയത്തായി. ഞാൻ വന്നപ്പോ ഇത് ഈ ഡയലോഗ് കേട്ടോണ്ടാണ് ഞാൻ വരുന്നത്. അതായത് സ്റ്റീവ് പറയുന്നു അണ്ണൻ കണക്ട് ആയി, അവ ഇപ്പോഴൊന്നും വരത്തില്ലടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതാക്കിയിട്ട് പുള്ളി പോക്കറ്റിൽ ഇട്ട് കൊണ്ടുപോകുന്നു. ഞാനാണെങ്കിൽ ഈ കളിക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തില് ഞാനാണെങ്കിൽ ഇങ്ങനെ ഈ നമ്മുടെ ഈ കയ്യിൽ ഇങ്ങനെ മൗസ് ഇരിക്കുമായിരിക്കുമല്ലോ, ഞാനിങ്ങനെ ഇത് വെച്ച് ഇങ്ങനെ അടിച്ച് ചാടി എണ്ണീറ്റതാ. പക്ഷെ ജോക്കി അവിടെ ഈ ഫോൺ വെക്കുന്ന ഒരു ഹോൾഡർ ഉണ്ട്, ഇതുപോലത്തെ സ്റ്റീലിന്റെ ഇത് മറ്റേ സക്ഷൻ ക്യാപ്പ് ഉള്ള ഇതാ. ഇവിടുത്തെ അവിടെ സ്റ്റീലിൽ ഒട്ടിയിരിക്കുന്നു, അതിനകത്തായിരുന്നു അത് പോയി കൊണ്ടത്. ഞങ്ങള് 3 വർഷം ഞങ്ങള് ഭയങ്കര സഹിക്കാൻ പറ്റില്ല അളിയ. വീട്ടിൽ തന്നെ ഉണ്ട്. ഒരു വട്ടം വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. കോച്ചിന്റെ ഓരോരോ ഐഡിയ ആലോചിക്കും. 5 minutes silent prayer ചെയ്യാം. എല്ലാരും ഒരു 2 മിനിറ്റ് മൗനം പ്രാർത്ഥന. മൗസിന് വേണ്ടി. ഡെത്ത് ആർഡർ V3. Rest in peace. Amen. പുതിയത് വി ഇൻട്രൊഡ്യൂസിംഗ് വാറ്റ് ഗോഗു ടു അവർ സർക്കിളോ. ജോണി പാപ്പൻ പ്രീമിയം ജോണി പാപ്പൻ അറിയാത്ത ആരാ ഞാനും അപ്പാപ്പനും മാത്രമേ സംസാരിക്കത്തുള്ളൂ. പക്ഷെ നീ പൊട്ടി നീ മിണ്ടല്ലേ കേട്ടോ. ശൈല 2 ദിവസം കണ്ടില്ലല്ലോ, കച്ചവടം ഇല്ലാത്തോട് നാട് വിട്ടതാണോ? സീരിയസ് ആയിട്ടുള്ള കാര്യം പറയൂ. അത് അപ്പാപ്പ ആൻസർ കിളവാന്നൊക്കെ വിളിക്കും. കിളവാന്ന് വിളിക്കാൻ വേണ്ടി നിന്റെ അപ്പൂപ്പന്റെ വീടല്ലേ ഇത്? ഞാനങ്ങോട്ട് പറയട്ടെ, നമ്മുടെ കൂട്ടത്തിൽ പുതിയൊരാൾ ഇരിപ്പുണ്ട് നമ്മുടെ വണ്ടിക്കകത്ത്. പേര് മൂലഗുപ്തൻ. ഇത് ഗോഗു മൂലഗുപ്തനാ? ശരിയാണോ? അതെ. എന്നാ പയ്യ അതെന്തായിരുന്നടാ എനിക്ക് അങ്ങനെ തൊലി ഉരിഞ്ഞെന്റെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? അതൊന്നും ചെയ്യാത്ത ശൈല ഒന്നും ചെയ്യുന്നതിന് പാടത്തെ കോലയായിട്ടൊക്കെ തിന്നൂടെ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു കാര്യം ചോദിക്കാനാ വിളിച്ചത്. ഒരു കാര്യം ചോദിക്കാൻ ഇതെന്തോ വിവരാവകാശ കമ്മീഷനോ? അഡ്ഡു പറഞ്ഞതല്ലേ. കാല് മാറരുത് ചിത്രം ഉത്ത താങ്കൾ. കാല് മാറാൻ ഞാൻ ഫ്ലോട്ടിൽ നിൽക്കുന്ന കുതിരയോ? ചളി അടിക്കുന്നയാളാ. നിങ്ങള് പൂണ്ടിരാജേ പൂണ്ടിരാജല്ലേ? നോക്കടാ ഗോകുവിന്റെ ഇപ്പൊ പൂണ്ടിന്നാ വിളിക്കുന്നത്. കാട്ടുള്ളി വളർത്തിക്കാൻ തരുമോ? സുഖമായിട്ടിരിക്കുന്നു. ഇത് ആലീസ് ആണോ? എന്റെ നമ്പർ എവിടെ കിട്ടി? അല്ല ജോക്കി, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതില് ജോക്കിക്കും ഈ പുള്ളിക്കും വരുന്ന കോളെന്ന് പറഞ്ഞ പെണ്ണുങ്ങള് മാത്രമാ. അല്ല ഈ ഒരു പുള്ളിക്കാരനെ അല്ല ഈ ഒരു ഇതുണ്ടല്ലോ സെയില എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നമ്മൾ വിളിച്ച് നമ്മുടെ കണ്ടന്റ് വിളിച്ച് ഡെയിലി ഇങ്ങനെ ഞാൻ ഇതിന്റെ ലൈവ് കണ്ടോണ്ടിരിക്കാൻ ഫേസ് ക്യാമിൽ കിടന്ന കഥകൾ കാണിക്കാറ്. അല്ല ജോക്കി, ഞാൻ പറയാം ദർശനൊക്കെ കണ്ടന്റായിരുന്നു. നമുക്ക് എല്ലാവർക്കും കണ്ടന്റാണ്. അങ്ങനല്ല, ഇത് ഇയാളാണ് വിളിക്കുന്നത്. ഇയാള് ഓക്കെ അങ്ങനെയാണെ ഓക്കെ.
ആലീസ് സൗണ്ട് കേട്ട എനിക്ക് തിരിച്ചറിയത്തില്ലേ ആലീസ്, ഞാൻ മറക്കുമോ? എന്നാ ശരി, തിരക്ക് കഴിയുമ്പോ വിളിക്കാം കേട്ടോ. പക്ഷെ ജോണി മാമ ഞാൻ ആലിസ് അല്ല ഡെയ്സിയാ, സേവ് ആകാശ് തന്നതാ നമ്പര്. ഞാൻ പോയി തരാം. അപ്പൊ ഉടനെ ജോണി മാമനും ജോക്കിയെ പെണ്ണ് കേസിൽ കൊണ്ടുപോകും സിറ്റിയിലല്ലേ? എടാ ഞാൻ ഇയാളാണോ ഇയാള് കോടതി പറഞ്ഞാ ഇയാളാണെന്ന് കേൾക്കുമോ? ഒരു വിശ്വസിച്ചോളൂ. ചളിപ്പ് മാറ്റാൻ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 100 റൗണ്ട് ഓടി. ഇങ്ങനെയാണ് ഞാൻ വണ്ടി കയറി. നിന്റെ അച്ഛനാരാ? ബാക്കി അച്ഛന്റെ പേര് പറയണം. എന്റെ അച്ഛൻ അത് ഈ കുണ്ണയ്ക്ക് ഒന്നും അറിയത്തില്ല. ആർപ്പി നിർത്തി. എന്റെ അച്ഛൻ ദൈവം. കൊറേ നാളായല്ലേ ജോക്കി കളിക്കാതെ കളിക്കുമ്പോ അതൊരു കിട്ടും. കൊറേ ട്രൈ ശ്രമിപ്പിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല. ഹലോ ചിത്രഗുപ്ത ജോക്കി അമ്മാവൻ തമാശകൾ. ഇത് അവൻ ഇറങ്ങുന്ന അതെ അതെ അതെ. ഹലോ ചിത്രഗുപ്ത സെയില് തുടങ്ങിയിട്ടില്ല. ഞങ്ങള് വിഷുവായിട്ട് കണി കാണിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. കണി കാണിക്കാൻ പോയിക്കൊണ്ടിരിക്കുവല്ലേ? ഓഫർ ഉണ്ടെങ്കിൽ പറയണേ സെയില. അതൊക്കെ മറന്ന്. അപ്പൊ അതങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഒരെണ്ണം കൂടെ പറയാറില്ലേ, അവിടെ സെയിൽ കുറവാണ് ഇവിടെ സെയിൽ കൂടുതലാണ്. ഒന്നുകൂടെ പറയട്ടെ, ഒന്നുകൂടെ പറയാം. വിഷയമുള്ള കാര്യമൊന്നുമല്ല. അല്ലേ വേണ്ട ജോക്കി, കൊച്ചു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചോ, അതായിട്ട് കേട്ടെ. കണി കാണണോ വിഷുവിന്? ഇപ്പൊ കേൾക്കുമ്പോ ഞാൻ ഓൾറെഡി കണ്ടായിരുന്നു കേട്ടോ, നമ്മള് കണിയെ കണ്ടായിരുന്നു. സീല കണ്ട ജോക്കിക്ക് ഇപ്പൊ കേൾക്കുമ്പോ ജോക്കിക്ക് തൂറി അറിയാൻ തോന്നല്ലേ? ഓ ഉണ്ട്. പക്ഷെ ഇത് ചളിയായിട്ടാടാ, നമ്മള് തമാശക്ക് പറയുന്നില്ല, ചളിയായിട്ട് പറയുന്നേ. ഇത് ഞങ്ങളിതാ കാണിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. നല്ല കണിയാ. കണി കണ്ടോ? ഞാൻ വർണ്ണഗുപ്തനൊന്ന് കൊടുക്കാം. വർണ്ണഗുപ്തൻ ഒരു കാര്യം പറയണമെന്ന്. സെയില് ഇന്നെന്താ സെയിലുണ്ടോ അവിടെ? ഇന്ന് സെയിലില്ല. എന്നാ നമുക്ക് നല്ല സെയിലുണ്ടേ. ചളി പറയുന്നേ. ഹലോ കേക്കുന്നില്ലേ? കണി കാണിക്കാൻ പോവാന്ന്. ആ കണി കാണിക്കാൻ നിങ്ങളാര് കണിയാനോ? നമ്മൾ ഭയങ്കര കൃഷ്ണനുണ്ടോ? കൃഷ്ണന്റെ തലേ മയിൽപ്പീലി ഉണ്ടോ? മയിൽപ്പീലി ഇല്ല. കിട്ടിയില്ല. നമ്മുടെ അടുത്ത് മയിൽക്കുറ്റിയുണ്ട്. ഇനി ഒരു ഉണർന്ന് അയ്യെന്ന് പറഞ്ഞാൽ തോട്ടിക്കളയും കേട്ടോ. ആർപി തൊട്ട് ലൈവ് ഇടത്തില്ല, ഒരു കൊണയും പറയാൻ അറിയത്തില്ല, തോക്കെടുത്ത് 3 വെടി വെക്കാൻ അറിയാതെ ഗുണത്തല അടിച്ചാണല്ലോ. മയിൽക്കുറ്റി ഉണ്ടോ അവിടെ? മയിൽക്കുറ്റി ഇവിടെ ബീഡിക്കുറ്റിയുണ്ട്. സെയില ജോണിയായിരുന്നേ. നേരത്തെ വിളിച്ചപ്പം സെയില പറഞ്ഞില്ലായിരുന്നു നമ്മുടെ കോമഡി അളിഞ്ഞതാന്ന്. കേക്കുന്നുണ്ടോ? ആ അളിയാൻ സെയില വെച്ച സാമ്പാറല്ലോ ഇത്. അതിന്റെ കൂടെ 2 വീഡിയോ പോയേട്ടോ വേറെ. നമ്മളെന്തോ മറ്റേ TV വേഴ്സസ് ബ്രോ ആക്സിഡന്റലി പ്ലേഡ് റോങ് ഇൻസ്ട്രുമെന്റ്. കറക്റ്റ് കിട്ടിയത്. ഈ പ്രായത്തിലൊക്കെ ഇത്രയും കൊണ്ടാ അവര് കയ്യിരുന്ന് ഇറക്കി നോക്കി അത് തൊട്ടു. പിന്നെ വേറെ എടുത്ത് അടിച്ചു നോക്കിയേ. Whatever life holds in store for me, I will never forget these words. With great power comes great responsibility. This is my gift, my curse. Who am I? I'm Spider-Man. എന്ത് കിടിലോ എന്റെ അമ്മു. ഫോട്ടോയെ പോലെ ഇരിക്കുന്നു. കണ്ണു ഇതൊക്കെ നോക്ക് എന്റെ അമ്മേ. ബ്രോ അടിപൊളി, കിടിലം പറയാതിരിക്കാൻ വയ്യ കേട്ടോ, കിടിലം.
അവളല്ലേ ഞാനല്ലല്ലോ. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലല്ലോ അതിനൊന്നും. നിനക്ക് എന്താണ് പ്രശ്നം? ചുട്ടോ ചുട്ടോ ഇങ്ങനെ കവളിങ്ങനെ ക്യൂട്ടായിട്ട് നിന്ന് ഇത് സ്നൈപ്പാണോ? എന്റെ ഫ്രണ്ട് നിക്ക് കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങിക്ക്. അന്നെ നോക്ക് കുറച്ചുകൂടി ബാക്കിലേക്ക്. ആ നോക്ക്. കുറച്ചു കാലം മുന്നേ എനിക്ക് ഇനി ഒരു എന്താ പറയുക, വേറെ പോസിറ്റീവ് ഫ്ലൈങ് കിസ് പോസിഡ്. എന്തുവാണ് ഇത്, കഞ്ചാവോ? മറ്റേ കിസിന്റെ ഫ്ലൈങ് കിസ് ഇല്ല, പറ്റത്തില്ല. എനിക്ക് അത് വേണോ? എനിക്ക് വേണോ? എനിക്ക് വേണോ? നിർത്തടി. ഇതും കൊണ്ട് ഡിലീറ്റ് ആക്കണേ. ഇത് ഫ്ലൈങ് കിസ് സ്നൈപ്പർ ഇടല്ലേ, നമ്മുടെ അന്തസ് കളയല്ലേ. കിട്ടോ? കുടുംബത്തിൽ അത് ഡിലീറ്റ് ആക്ക. അല്ല ഇതൊന്ന് ഡിലീറ്റ് ആക്കണം, അല്ലെങ്കിൽ നാളെ ഞാൻ ഡിലീറ്റ് ആക്കണം. പോലെ പോയാ നാണം വന്ന് ഓടിയതുണ്ടോ നാണേഷ്? പിടിച്ചിടണം അവനെ. ഇവിടെ എന്തോ ലീലാവിലാസം നടക്കുന്നു. കളിക്കാൻ പാടില്ല. എനിക്ക് ഉമ്മതാ. നീ ആദ്യം കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ. എന്തൊക്കെയാണോ എന്തൊക്കെ കാര്യമാണോ എന്തോ എന്തൊക്കെ നടക്കണം ഇവിടെ. ഹലോ, നോക്കാൻ തുടങ്ങിയില്ലേ? അതിനുശേഷം അവൻ 5 പെണ്ണുങ്ങളെ സെറ്റാക്കി. ദർശനെ നോക്കാൻ തുടങ്ങിയതിനു ശേഷം അവൻ 5 പെണ്ണുങ്ങളെ സെറ്റ്. എന്നെ നോക്കാൻ തുടങ്ങിയത് അങ്ങനെ അതെ തിരിഞ്ഞു പോയതാ. തിരിച്ചു പോയതാ. അവരൊരു 5 പെണ്ണുങ്ങളെ സെറ്റാക്കി. ഇതിപ്പോ 5ാമത്തെ. പ്രോ സ്ക്വയർ പബ്ജി ആണെന്നോ? എന്താ പബ്ജി ആണെന്നോ? പബ്ജി കളിക്കാൻ അല്ല പബ്ജി ആണോ? അവൻ പറയുന്നത് പബ്ജി കളിയുടെ കാര്യമാണ്. ഓ പബ്ജി കാര്യല്ലേ? പറഞ്ഞ നന്നായി. ഇവിടെ വേറെന്തൊക്കെ നടക്കുന്നത്? ഞാൻ പോന്നു. നമ്മളില്ലേ അയ്യോ പുള്ളിയാ ഹെൽപ്പ് ഡീൽ ചെയ്ത്. ഓഫ്ലൈൻ ഞാൻ പോകുന്നു. ഷോർട്ട് ഓൺ വിവോ X200. ഈ വിവോയുടെ എല്ലാ ഫോണും ഭയങ്കര കിടിലോ ഗൈസ്. നിങ്ങൾ ക്യാമറ നോക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ പറയാം, വീഡിയോ ഫോട്ടോയ്ക്കാണ് കുറച്ചും കൂടി എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത്. വിവോ X300 Pro ആണെങ്കിലും ബാക്കി എല്ലാ മോഡൽസും ക്യാമറയ്ക്ക് ഭയങ്കര കിടിലമാണ്. ഇനി അടുത്ത വട്ടം ഐഫോണൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ദാ ഈ ക്യാമറ എടുത്ത് ഇവിടെ വെച്ചിട്ട് ഇതെടുത്ത് ഇവിടെ വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ തീട്ടം ആരും മേടിക്കത്തില്ല. കാരണം ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് ഏകദേശം ഇപ്പൊ എന്റെ സ്റ്റോറേജ് സ്പേസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ 512 എന്തോ ആയെന്ന് തോന്നിയത്. ഇത്രയും 512 GB ആണ് എടുത്തേക്കുന്നത്. ഇനി അടുത്ത സ്റ്റോറേജിലോട്ടൂടെ പോകുമ്പോൾ എന്നിട്ട് ഇവന്മാർ ഈ ക്യാമറ എടുത്ത് ഇവിടെ വെക്കുന്നതിന് ഞാൻ അടുത്ത വട്ടം ഇനി 2.5 ലക്ഷം രൂപ വീണ്ടും കൊടുക്കാം. ഇതുപോലത്തെ എന്തെങ്കിലും ക്യാമറ ഇന്നോവേഷൻസ് ഇവർ കൊണ്ടുവരാതെ ഇനി പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. സത്യം പറയാ വെച്ചാ ഇപ്പൊ ഞാന് വെളിയിലൊക്കെ പോണ സമയത്ത് ഫുൾ വീഡിയോസ് എടുക്കുന്നത് ഞാൻ ഇതിനകത്ത്, ഐഫോണിനകത്തല്ല. വീഡിയോസ് ഫോട്ടോ എടുക്കുന്നത് ഞാൻ വിവോയ്ക്കകത്ത. പ്രൊമോഷൻ നാളെ പ്രൊമോഷൻ എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത്
കിടിലല്ലേ? അടിപൊളി. കണ്ണൂർ കളിച്ചേട്ടാ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു വട്ടം പോകണം കാണാൻ. എനിക്ക് കാണാൻ ഇത് പോകണം. ഇതുപോലത്തെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ആദ്യമേ കാണിച്ചതുപോലത്തെ ഒരു കിഡിലൻ വ്ളോഗ് കണ്ടന്റ് ആക്കണം എന്നുള്ള ഒരു സിനിമാറ്റിക് സാധനം ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. മേടിക്കും. അങ്ങനത്തെ ഒരു കൂട്ടത്തിലാ ഞാൻ. ഈ ഇന്റർഫേസിൽ പെട്ടുപോയി ഞാൻ. അതുകൊണ്ടാണ് അളിയ അവരെ മാറ്റാത്തത്. അതാണ് ഞാൻ ഇതിൽ പെട്ടുപോയി അളിയാ. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞ വാച്ച്, ഇത് ഇയർബഡ്സ്, ആ എക്കോസിസ്റ്റത്തിൽ ആയിപ്പോയി ഞാൻ. മാക്ബുക്ക്, ഐപാഡ്, ആ എക്കോസിസ്റ്റത്തിൽ ആയിപ്പോയി. അതുകൊണ്ട് ഇനി ഞങ്ങളെ പോലത്തെ കുറെ ബ്ലൈൻഡ് ആയിട്ട് ഇതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുള്ളതുകൊണ്ട് എന്ത് കൊണ്ടുവന്നാലും മേടിച്ചോളൂ എന്നുള്ളൊരു സാധനമുണ്ട്. ആ സാധനത്തിലായിപ്പോയി ഞാൻ. പക്ഷെ കുറെ കാര്യത്തിൽ ഭയങ്കര കൺവീനിയന്റ്. പക്ഷെ ക്യാമറ വൈസ് ഒക്കെ വിവോയും ഇപ്പം മറ്റേ ഇവരുണ്ടല്ലോ, ഏതിന്റെ ആ ഫോണിന്റെ പേരെന്താ, ഷവോമിയുടെ അല്ലല്ലോ, ഏതോ ഒരു ഫോൺ, മറ്റേ ഈ ലെൻസ് ഒക്കെ മാറ്റാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടല്ലോ പുതിയതായിട്ട് വന്ന, അത് ഏതിന്റെ ആയിരുന്നു? അങ്ങനെ കുറെ നല്ല ഫോൺസ് ഇറങ്ങിയിട്ടുണ്ട്. മറ്റേ ഇത് മനസ്സിലായ ആ സാധനത്തിലോട്ട് ഇനി അടുത്തതില് അവരുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലത്തെ ഒരു ക്യാമറയും സാധനങ്ങളും ഒക്കെ കൊണ്ടുവരണം ആപ്പിള്. എന്നാലേ ഇനിയൊരു എക്സിസ്റ്റൻസ് ഉള്ളൂ. അങ്ങനെ കൊണ്ടുവന്നാ ഇനി പ്രൈസ് കൂടുമല്ലോ ഈകളെ. ഇല്ലടാ, ഇവർക്ക് എത്ര വരെ കൂട്ടാൻ പറ്റൂടാ? എല്ലാരും മേടിക്കണ്ടേടാ.